ഡൽഹിയിൽ മരിച്ച നെവിന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെയാണ് നാട്ടിലേക്ക് എത്തിക്കുക. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് മൃതദേഹം എത്തുക. പേയാട്ടെ വീട്ടുവളപ്പിൽ നാളെ സംസ്കാരം നടക്കും. പേയാട് പ്രാരത്ത് നെവിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അമ്മയുടെ വസതിയാണ് ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. എപ്പോഴത്തേക്കാണ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം? രാത്രി 12:30 1 മണിയോടുകൂടി എയർപോർട്ടിൽ വരുമെന്നാണ് അറിവ്. 2 മണിക്കകത്ത് ഇവിടെ എത്തും. എന്തായാലും നാളെ 11:30ക്കാണ് അടക്കമെന്നാണ്. പക്ഷെ ഇന്ന് വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ വെക്കുക? വീട്ടിലായിരിക്കും. വീട്ടിൽ. ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? നെവിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, സുഖമില്ലാതെ. അച്ഛനുണ്ട്. സഹോദരി ഹോസ്പിറ്റലിലാണ്. അവന് ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്? നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയത് എപ്പോഴായിരുന്നു? ഒരു 8 മാസത്തിനകത്ത്. ഇവിടെ നിന്ന് പോയിട്ട് 8 മാസം വരുമല്ലോ. ഇതെപ്പോഴാണ് നിങ്ങൾ വിവരം അറിയുന്നത്? എപ്പോഴായിരുന്നു? ഇന്നലെ രാവിലെ. ഇതിനകത്തൊരു അനാസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൃത്യമായ പരിശോധനകൾ വേണമെന്നാണ്. അങ്ങനെ മറ്റു സ്ഥാപനങ്ങൾ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. പരിശോധന വേണമെന്നാണ് ആവശ്യം. അത്തരത്തിലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നെവിന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുടുംബവുമായി അടുപ്പമുള്ള ആളുകളും എല്ലാം തന്നെ ഇവിടെ എത്തി. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരും എത്തിയിട്ടുണ്ട്. കാലടിയിലാണ് ഇവരുടെ കുടുംബം കഴിഞ്ഞ കുറേ വർഷമായി താമസിക്കുന്നത്. അച്ഛന്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇപ്പോൾ പേയാട് അമ്മയുടെ കുടുംബമാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടി സംസ്കാരം നടത്താനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അരുൺ സിന്ധുവിനൊപ്പം ബി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.